സെയിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് കുറെ ടിപ്സ് ഒക്കെ ഷെയർ ചെയ്തിട്ട് നമ്മളൊരു ഗീ റോസ്റ്റിന്റെ മസാല കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടിപ്സും ഒക്കെ കാണിച്ചിട്ട് ആ ഒരു ഗീ റോസ്റ്റിന്റെ മസാല വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞതും 1 ടേബിൾ സ്പൂൺ തൈരും പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരിച്ചിരി മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര് പോരാന്ന് തോന്നിയപ്പോൾ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോളം മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. 2-3 ടീസ്പൂൺ. ഗീ റോസ്റ്റ് എന്ന് പറയുമ്പോൾ നെയ്യ് മസ്റ്റ് ആണ് കേട്ടോ. ഇനി ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ചിക്കൻ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ മൊരിച്ചെടുക്കണ്ട. 80% കുക്ക് എന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരു സൈഡ് കളറൊക്കെ ചെറുതായിട്ട് മാറുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ ചെറുതായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഇതിൽ നിന്ന് മാറ്റാം. ചിക്കൻ മാത്രമല്ല, ഇതുപോലെ നമുക്ക് ഫിഷും ചെമ്മീനും ഒക്കെ ചെയ്യാം. മട്ടൻ ആണെങ്കിലൊക്കെ വേവിച്ച് ഒന്ന് വറ്റിച്ചിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് ചെയ്തെടുക്കാം. ഇനിതാ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, ഈ ഒരു പാത്രത്തിൽ തന്നെ ഇതിലിപ്പോ കുറച്ച് നെയ്യൊക്കെ ഉണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത്, അതിലോട്ട് തന്നെ നമ്മൾ ഈ ഒരു മസാല ഇട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത ചിക്കൻ ഗീ റോസ്റ്റിന്റെ മസാലയാണ്. ഞാനിപ്പോ ഏകദേശം ഒരു 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പൊക്കെ ഞാൻ ആ ഒരു കണ്ടെയ്നറിൽ ഉണ്ടായിന്. 1/4 കപ്പാണ്, കുറച്ച് ബാക്കി വെച്ചിട്ട് 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരുപാട് നേരം ഇനി ഇതാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ആ ഒരു മസാല റെഡി ടു കുക്ക് എന്ന രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയാണ്. അതിലോട്ട് ഈ ഒരു ചിക്കൻ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം 1/2 ടീസ്പൂണൊക്കെ മതിയാകും ഈ ഒരു സമയത്ത്. ഇപ്പൊ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 3 മിനിറ്റ് ഒക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതില് നമുക്കിങ്ങനെ കുറച്ച് നെയ്യൊക്കെ തെളിഞ്ഞു വരും കുറച്ചു നേരം കഴിയുമ്പോൾ. ഇതിപ്പോ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള 2 ടീസ്പൂൺ പഞ്ചസാരയാണ്, ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ട. ഒരു 2-3 ടീസ്പൂൺ, 2 ടീസ്പൂണൊക്കെ മതിയാകും ശർക്കര. ഞാനിപ്പോ അതിന് പകരം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഇപ്പൊ ഈ ഒരു സമയത്തും 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു പരുവുണ്ടല്ലോ, ഈ ഒരു പരുവമായി കിട്ടും. ഇതാണ് ഇതിന്റെ കറക്റ്റ് ഈ ഒരു ഗീ റോസ്റ്റ്. ചിക്കൻ ഗീ റോസ്റ്റ് ആണ്, മാംഗ്ലൂർ സ്റ്റൈലിലുള്ള ചിക്കൻ ഗീ റോസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. നീർദോശയാണ് കേട്ടോ ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ. നീർദോശയും ഈ ഒരു ചിക്കൻ ഗീ റോസ്റ്റും അടിപൊളിയാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം പൊളിയാണ്. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ. ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്.